ഇനി നിങ്ങൾ പേജ് 72 എടുക്കും. എഴുതി കഴിഞ്ഞില്ലേ? പേജ് 72 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുത്തേ. പേജ് 72 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കും കേട്ടാ. പേജ് 72 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിയെടുക്കും. ഞാൻ ചോദ്യം വായിക്കാം കേട്ടോ. നിങ്ങൾ ചോദ്യം എഴുതിക്കുക, ഞാൻ ചോദ്യം വായിക്കാം. പ്രൂവ് ദാറ്റ് chords of the same length in a circle are at the same distance from the center. Prove that chords of the same length in a circle are at the same distance from the center. അതായത് ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള ഞാണുകൾ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലാണെന്ന് തെളിയിക്കാനാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് കണ്ടാ. അപ്പൊ നമ്മൾ പഠിച്ച സിദ്ധാന്തം തെളിയിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ നിയമം നമ്മൾ പഠിച്ചെന്ന് അർത്ഥം. ഈ നോട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ച നോട്ട് അത് തെളിയിക്കാനാണ് ഇപ്പൊ ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചിത്രം വരയ്ക്കാം. ആദ്യം ഒരു ശ്രദ്ധിക്കും. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ട ചിത്രം ഇതാണ് കേട്ടോ. ഒരു വൃത്തം വരയ്ക്കുക, അത് വൃത്തകേന്ദ്രം മാർക്ക് ചെയ്യുക, രണ്ട് ഞാണുകൾ വരയ്ക്കുക, അകലങ്ങൾ OQ OP മാർക്ക് ചെയ്യുക, OC OA അതൊക്കെ ജോയിൻ ചെയ്യുക. ചിത്രം വരച്ചോ. ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം കേട്ടോ. മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞാണുകൾക്ക് ഒരേ നീളമാണെന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഞാണുകൾ എന്ന് പറഞ്ഞാൽ AB = CD എന്നാണ് തെളിയിക്കേണ്ടത്. തന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരേ അകലത്തിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് OPയുടെ നീളവും OQന്റെ നീളവും തുല്യമാണെന്ന് കണക്കിൽ തന്നിരിക്കുന്നുണ്ട്. ഈ രണ്ട് നീളങ്ങള് തുല്യമാണെന്ന് കണക്കിൽ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊട്ടു മുമ്പ് ഒരു കണക്ക് ചെയ്തത് എന്തായിരുന്നു? ഇത് തുല്യമാണ് തെളിയിക്കാൻ ചോദ്യം. അതായത് OP = OQ തുല്യമാണ് തെളിയിക്കാൻ ചോദ്യം. ഇപ്പൊ ഇവിടെ OQ = OP കണക്കിൽ തന്നിട്ടുണ്ട് കേട്ടോ. ആ വ്യത്യാസങ്ങള് ശ്രദ്ധിക്കുന്നത്, കൺഫ്യൂഷൻ വരെ ഇതൊക്കെ കേട്ടോ, വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമുക്ക് വേണ്ടത് OP = OQ തെളിയിക്കണമെങ്കിൽ ഈ OP OQ ഉൾപ്പെടുന്ന രണ്ട് ത്രികോണങ്ങള്, അതായത് OAP OCQ
ഈ ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളാണ്. നമ്മുടെ ആശയങ്ങളൊക്കെ അത് തന്നെയാണ് കേട്ടോ, വ്യത്യാസങ്ങളില്ല. അപ്പൊ നമുക്കിവിടെ അറിയാവുന്ന കാര്യം ഒ പി സമം ഒ ക്യൂ എന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ കോണിന്റെ ഒ സി സമം ഒ എന്ന് നമുക്ക് എടുക്കാം. ഒ സി സിക്കൽ ടു ഒ എ നമുക്ക് എടുക്കാം, കാരണം അത് വൃത്തത്തിന്റെ ആരങ്ങളാണ്. അപ്പോ ഇവിടെ ഇപ്പൊ നമുക്ക് രണ്ട് മട്ടത്രികോണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. മട്ടത്രികോണങ്ങളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ട് മട്ടത്രികോണങ്ങളുടെ കർണങ്ങൾ തുല്യാവുക, കൂടാതെ മറ്റു രണ്ട് വശങ്ങളിൽ ഏതെങ്കിലും ഒരു വശം തുല്യാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് മട്ടത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയാം. നമുക്ക് രണ്ട് മട്ടത്രികോണങ്ങൾ തന്നു വിചാരിക്കും. ആ മട്ടത്രികോണത്തിലെ കർണത്തിന്റെ നീളങ്ങൾ തുല്യാവുക, കൂടാതെ വേറെ ഒരു വശം ലംബങ്ങൾ തുല്യാവുക അല്ലെങ്കിൽ പാദങ്ങൾ തുല്യാവുക കേട്ടോ. കറസ്പോണ്ടിങ് സൈഡ്സ് കേട്ടോ, ഒന്നും ലംബങ്ങൾ തുല്യാവുക അല്ലെങ്കിൽ പാദങ്ങൾ തുല്യാവുക. ഒരു ലംബം ഒരു പാദമല്ല, ഒന്നുകിൽ രണ്ട് ലംബങ്ങൾ തുല്യാവുക അല്ലെങ്കിൽ രണ്ട് പാദങ്ങൾ തുല്യാവുക. അങ്ങനെ തുല്യമായി കഴിഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളായിരിക്കും. മനസ്സിലായി? ഇങ്ങനൊരു അവസ്ഥ ഇപ്പൊ നമ്മുടെ ഈ ചിത്രത്തിലുണ്ട്. നോക്കിയേ, ഇവിടെ ഒ എ ഒ സി എന്ന് പറയുന്നത് കർണങ്ങളാണ്. അപ്പൊ കർണങ്ങൾ തുല്യായി. ഒ പി ഒ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലംബങ്ങളാണ്. അപ്പൊ ലംബങ്ങൾ തുല്യം. അപ്പോ ആ രണ്ട് മട്ടത്രികോണങ്ങളില് അവരുടെ ഹൈപ്പോട്ടന്യൂസ് കർണങ്ങൾ തുല്യാണ്, ആൻഡ് ഹൈറ്റ്സ് ലംബങ്ങൾ തുല്യാണ്. അങ്ങനെയായി കഴിഞ്ഞാൽ ആ രണ്ട് മട്ടത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളായിരിക്കും. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ എന്താ പ്രത്യേകത? സി ക്യു സമം എ പി എഴുതി കൂടെ. സി ക്യു സമം എ പി എന്ന് പറഞ്ഞാൽ രണ്ട് ത്രികോണങ്ങളിൽ തുല്യമായി കഴിഞ്ഞാല് തുല്യ കോണങ്ങൾക്കെതിരെ കിടക്കുന്ന വശങ്ങളിൽ കറസ്പോണ്ടിങ് സൈഡ്സുകളാണത്. കറസ്പോണ്ടിങ് സൈഡ്സുകൾ, അതായത് ഒരേ സമാന വശങ്ങള് തുല്യായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ത്രികോണം ഒ സി ക്യു ത്രികോണം ഒ എ പി എന്നിവയിൽ എടുത്തു കഴിഞ്ഞാല് നമുക്കറിയാം. ഒന്നാമത്തെ കേസ്, ഇത് മട്ടത്രികോണാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺ ക്യൂ സമം 90 ഡിഗ്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടാ. മട്ടത്രികോണാണ്, മട്ടത്രികോണാകുമ്പോഴാണ് ആ കണ്ടീഷൻ വരുന്നത്. മട്ടത്രികോണാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് കോണുകള് 90 ഡിഗ്രി വീതം വന്ന് കാണിക്കാം. അതിന് ഒന്നാമത്തെ കേസ് നമ്മളുണ്ട് ഒ സി സമം ഒ എ. ഒ സി സമം ഒ എ കാരണം ആരങ്ങളാണ്, റേഡിയൽ. രണ്ടാമത്തെ ഒ ക്യു സമം ഒ പി, അത് തന്നിട്ടുണ്ട്, ഗിവണാണ്. ഇവിടെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് എഴുതിക്കാൻ പറ്റും? ഈ രണ്ട് ത്രികോണങ്ങള്, അതായത് ത്രികോണം ഒ സി ക്യു തുല്യമാണ് ത്രികോണം ഒ എ പി. അതിന്റെ കാരണം ഞാൻ പറയാം കേട്ടാ. നിങ്ങൾ എത്രയ്ക്ക് എഴുതി വെക്കും? ഇതിന്റെ കാരണം ഞാൻ പറയാം. നിങ്ങൾ ഇത്രയ്ക്ക് എഴുതി വെക്കും, ഇവിടുന്ന് ഇത്രയ്ക്ക് എഴുതി വെക്കും. ഞാൻ സ്റ്റെപ്പുകൾ വായിക്കാം കേട്ടോ. നിങ്ങൾ എഴുതിയിരിക്കോ സ്റ്റെപ്പുകൾ ഞാൻ വായിക്കാം. ത്രികോണം ഒ സി ക്യു ത്രികോണം ഒ എ പി എന്നിവയിൽ, ത്രികോണം ഒ സി ക്യു ത്രികോണം ഒ എ പി എന്നിവയിൽ, അതായത് നിങ്ങൾ എഴുതുമ്പോ ഇൻ ട്രയാങ്കിൾ ഒ സി ക്യു ട്രയാങ്കിൾ ഒ എ പി, ആംഗിൾ ക്യൂ സമം ആംഗിൾ പി സമം 90 ഡിഗ്രി. അതിന്റെ കാരണങ്ങൾ എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വരും. അതായത് ഒ ക്യു ലംബമാണ് സി ഡി ത്രികോണമീറ്റർ, ഒ പി ലംബമാണ് എ ബി. ഇങ്ങനെ എഴുതാം കേട്ടോ. കാരണമായിട്ട് അങ്ങനെ ലംബങ്ങളായതുകൊണ്ടാണ് അവിടെ 90 ഡിഗ്രി കോണുകൾ വരാനുള്ള കാരണം. ഇങ്ങനെ ഈ മൂന്ന് സ്റ്റെപ്പുകൾ എഴുതാം. ഒ സി സമം ഒ എ, ഒ സി സമം ഒ എ,
കാരണം ആരങ്ങൾ റേഡി ഐ. അടുത്തത് ഒ ക്യു സമം ഒ പി. ഒ ക്യു സമം ഒ പി. അതിന്റെ കാരണം തന്നിട്ടുണ്ട്, ഗിവൺ. തന്നിട്ടുണ്ട്, ഗിവൺ. അടുത്ത സ്റ്റെപ്പില് ത്രികോണം ഒ സി ക്യു സമം ത്രികോണം ഒ എ പി. ത്രികോണം ഒ സി ക്യു സമം ത്രികോണം ഒ എ പി. അതിന്റെ കാരണം ഞാൻ പറയാൻ എഴുതുന്നു കേട്ടാ. മലയാളം മീഡിയക്കാര് ആദ്യം എഴുതുക. രണ്ട് മട്ടത്രികോണങ്ങളിൽ കർണവും ഒരു വശവും തുല്യമായാൽ, കർണം എന്നുള്ളത് കമ്പൽസറി ആണ് കേട്ടോ. കർണവും ഒരു വശവും, ഏതെങ്കിലും രണ്ട് വശങ്ങളല്ല പറഞ്ഞു കേട്ടോ. കർണം എന്നുള്ളത് ഒരു കമ്പൽസറി സൈഡാണ്, പ്ലസ് മറ്റ് രണ്ട് വശങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം. കർണവും ഒരു വശവും തുല്യമായ രണ്ട് മട്ടത്രികോണങ്ങളിൽ കർണവും ഒരു വശവും തുല്യമായ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും. ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ ആയിരിക്കും. ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും. ഇംഗ്ലീഷ് പ്രകാരം എഴുതുക. ഇൻ ടു റൈറ്റ് ട്രയാങ്കിൾസ് the hypotenuse and one side are equal. The hypotenuse and one side are equal. Then the two triangles 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 are equal. അപ്പോൾ ട്രയാങ്കിൾസ് ഈക്വൽ ആണ് എന്നതാണ് നമുക്ക് കിട്ടിയ കാര്യം. ട്രയാങ്കിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ശ്രമിച്ചാൽ നിങ്ങള് അടുത്ത സ്റ്റെപ്പില് ട്രയാങ്കിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പില് നമുക്ക് ഇങ്ങനെ എഴുതാം. സി ക്യു ഈസ് ഈക്വൽ ടു എ പി കൂടെ. സി ക്യു ഈസ് ഈക്വൽ ടു എ പി. അതായത് സമാന വശങ്ങൾ രണ്ട് ത്രികോണം തുല്യമായി കഴിഞ്ഞാല് അതിന് സമാന വശങ്ങൾ തുല്യമായിരിക്കും, അല്ലെങ്കിൽ തുല്യ കോണക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. സമാന വശങ്ങൾ, ഒരേപോലെയുള്ള വശങ്ങൾ അല്ലെങ്കിൽ ഒരേ ഭാഗങ്ങളിൽ വരുന്ന വശങ്ങളെയാണ് നമ്മൾ കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലെങ്കിൽ സമാന വശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരേ ഭാഗങ്ങൾ വരുന്ന വശങ്ങൾ എടുത്താലും മതി കേട്ടാ. ആ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് ഈക്വൽ. അപ്പോ സി ക്യു എന്ന് പറഞ്ഞാൽ സി ഡിയുടെ പകുതിയാണ് അല്ലെ. സി ക്യു എന്ന് പറഞ്ഞാല് സി ഡിയുടെ പകുതിയല്ലേ. ഇപ്പൊ നമ്മളെ ആ കേന്ദ്രത്തിൽ നിന്ന് ലംബം വരച്ചു കഴിഞ്ഞാല് ആ ഞാനിനെ സമഭാഗം ചെയ്യും, കോഡ്സിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ സി ക്യു എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിന്റെ നീളം നോക്കിക്കഴിഞ്ഞാൽ സി ഡി എന്ന് പറയുന്നത് ഞാനിന്റെ നീളത്തിന്റെ പകുതി ഉണ്ടാവും. അപ്പോ സി ക്യു എന്ന് പറഞ്ഞാല് ശരിക്ക് സി ഡിയുടെ പകുതിയാണ്. എ പി എന്ന് പറഞ്ഞാല് ശരിക്ക് എ ബിയുടെ പകുതിയാണ്. ഹാഫ് ഓഫ് സി ഡി, ഹാഫ് ഓഫ് എ ബി. കറക്റ്റ് അല്ലേ? ഈ ഞാനിന്റെ നീളത്തിന്റെ പകുതിനെയാണ് ഹാഫ് ഓഫ് സി ഡി കാണിക്കുന്നത്. അപ്പോ ഇവിടെ രണ്ട് ഭാഗത്തുള്ള പൊതുവായ സംഖ്യ ഹാഫുകൾ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സി ഡി ഈസ് ഈക്വൽ ടു എ ബി. സി ഡി ഈസ് ഈക്വൽ ടു എ ബി എന്ന് തെളിയിക്കാനാണ് നമ്മുടെ കണക്കായിരുന്നത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ വേഗം എഴുതിയിട്ട് അവിടെ നിന്നുള്ളത് ഓക്കെ ശരിയാ. സി ക്യു സമം എ പി. സി ക്യു എന്ന് പറഞ്ഞാല് ഹാഫ് ഓഫ് സി ഡി, എ പി എന്ന് പറഞ്ഞാല് ഹാഫ് ഓഫ് എ ബി. ആ രണ്ട് ഭാഗത്തും പൊതുവായ സംഖ്യ ഹാഫ് 1/2 വെട്ടിക്കളഞ്ഞാല് സി ഡി സമം എ ബി എന്ന് കിട്ടും.
കഴിഞ്ഞാൽ അതിലത്തെ രണ്ടാമത്തെ ചോദ്യം വേഗം എഴുതിയിരിക്കും. ആ സെറ്റിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വേഗം എഴുതിയിരിക്കും. നമ്മൾ ഒരു കണക്കൂടി ചെയ്താൽ ഈ ചാപ്റ്റർ കഴിയും, 3 ചെയ്താൽ ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ നിങ്ങൾ അടുത്ത ആ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് എക്സസൈസിൽ തന്നെ ചിത്രം വരയ്ക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ഇരിക്കുമ്പോൾ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടേ ഇൻസ്ട്രുമെന്റ് ബോക്സും കയ്യിൽ വെച്ചിരുന്നോളൂ കേട്ടോ. 6ാമത്തെ ചാപ്റ്റർ തുടക്കത്തിൽ ഫസ്റ്റ് എക്സസൈസ് ചിത്രം വരയ്ക്കാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേഗം എഴുതിയിരുത്തേ. ഞാൻ ചോദ്യം വായിക്കാം കേട്ടോ, എഴുതിക്കോളൂ. 2 chords intersect at a point on a circle and diameter through this point bisect the angle between the chords. Prove that the chords have the same length. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ ചിത്രം വരയ്ക്കാം കേട്ടോ. ഇതാണ് ചിത്രം. നിങ്ങൾ ചോദ്യം എഴുതി കഴിഞ്ഞാൽ ആ ചിത്രം പെട്ടെന്ന് വരയ്ക്കും. ചോദ്യം എഴുതി കഴിഞ്ഞാൽ ആ ചിത്രം പെട്ടെന്ന് വരയ്ക്കും. പേര് കൊടുക്കുക കേട്ടോ. ചിത്രം വരച്ചാൽ വൃത്തകേന്ദ്രം O, 2 ഞാണുകൾ AB, AC, അകലങ്ങൾ OP ആൻഡ് OQ. നിങ്ങൾ ചിത്രം നോക്കിയാൽ ഇത് പറഞ്ഞ കാര്യം. 2 chords intersect at a point on a circle and diameter through this point bisect the angle between the chords. അതായത് 2 chords intersect at a point on a circle and diameter through this point bisect the angle between the chords. അതായത് ഇപ്പൊ 2 ഞാനുകളിലൂടെ ഒരു വൃത്തത്തിന്റെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വരയ്ക്കുന്ന ഒരു വ്യാസം ഈ മൊത്തം ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2 കോണുകൾ തുല്യമാണെന്ന് അർത്ഥം. ഇതപ്പോ അതിൽ പറഞ്ഞ കാര്യം. Prove that the chords have the same length. ഈ ഞാണുകൾക്ക് ഒരേ നീളമാണ് എന്ന് തെളിയിക്കാനാണ് ചോദ്യം. അപ്പൊ ഇതേപോലെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ നിങ്ങളിപ്പോ ചെയ്യേണ്ട കാര്യം, ഇതില് നമുക്ക് തെളിയിക്കാനുള്ളത് AB is equal to AC എന്ന് തെളിയിക്കേണ്ടത്. AB is equal to AC എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതൂടെ OP is equal to OQ എന്ന് തെളിയിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ത്രികോണങ്ങളിൽ OP is equal to OQ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് നിങ്ങളത് ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇതേപോലത്തെ കണക്ക് നമ്മൾ തൊട്ടും മുന്നത്തെ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. ഇത് ചെയ്യാനുള്ള സ്ഥലം വിടുക. ഹോംവർക്കായിട്ട് ചെയ്യാനുള്ള സ്ഥലം വിടുക. സ്ഥലം വിട്ടിട്ട് നിങ്ങളതിൽ 3ാമത്തെ ചോദ്യം മുഴുവൻ എഴുതിയതിന് ശേഷം ആ ചിത്രം വരയ്ക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം 3ാമത്തെ ആ ചിത്രം ചോദ്യം വരച്ച എഴുതിയ നിങ്ങൾ ചോദ്യം എഴുതിയതിനു ശേഷം നമുക്ക് ചിത്രം വരയ്ക്കാം. അപ്പൊ ഈ ചിത്രം നിങ്ങൾ ഇതേപോലെ വരയ്ക്കാം. ആദ്യം ചിത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ചിത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതിൽ 3ാമത്തെ ചോദ്യം വേഗം എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3 വേഗം എഴുതിയിട്ട്. അതിന് ഞാൻ ചാപ്റ്റർ കഴിഞ്ഞു നമ്മുടെ കേട്ടോ. ചോദ്യം എഴുതി കഴിഞ്ഞാൽ ആ ചിത്രം വരയ്ക്കാം കേട്ടോ. ചിത്രം അവർ തന്നിട്ടുണ്ട്. ചോദ്യം എഴുതി കഴിഞ്ഞാൽ ആ ചിത്രം വരയ്ക്കും. ഇവിടെ നിങ്ങൾ ഇതില് OB ജോയിൻ ചെയ്യാം കേട്ടോ. OB ആൻഡ് OD ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ എന്താ പറയുന്നത്, ഇൻ ദ പിക്ചർ ഓൺ ദ റൈറ്റ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് ദ കോഡ്സ് ആർ ഈക്വൽ. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ഓഫ് ദ സെയിം ലെങ്ത്. അതായത് ഇവിടെ ഈ ആരത്തിനും ഈ ഞാണിനും ഇടയ്ക്കുള്ള ഈ കോണുകൾ തുല്യമാണ് എന്നാണ് കണക്കിൽ പറയുന്നത്. മനസ്സിലായോ? ഇത് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് AB ഈസ് ഈക്വൽ ടു CD. ഈ ഞാണുകൾക്ക്
ഒരേ നീളമാണ് എന്ന് തെളിയിക്കാനാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോണുകൾക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ് കൊടുക്കാം. ലെറ്റ് ആംഗിൾ OAB ഈസ് ഈക്വൽ ടു ആംഗിൾ OCD ഈസ് ഈക്വൽ ടു നമ്മൾ എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതും എക്സ് ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? എന്താ കാരണം? എന്താ എക്സ് അവിടെ കാരണം? ഇവിടെ ശ്രദ്ധിക്കും. OAOB അത് വൃത്തത്തിന്റെ ആരങ്ങളാണ്. ഇവിടെ അത് OCOD ആരങ്ങളാണ്. അപ്പോ ആ രണ്ട് ത്രികോണങ്ങളിൽ ആ രണ്ട് വശങ്ങൾ തുല്യവശങ്ങൾക്കെതിരെ കിടക്കുന്ന കോണുകൾ തുല്യായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും. അപ്പൊ അടുത്ത ആംഗിൾ OBA is equal to angle ODC is equal to x. ഈ സ്റ്റെപ്പുകൾ വേഗം എഴുതും. ലെറ്റ് ആംഗിൾ OAB is equal to angle OCD is equal to x. Therefore, angle OBA is equal to ODC is equal to x. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കൂ, ഈ കോണിന്റെ അളവ് നമുക്ക് പറയാൻ പറ്റും. Therefore, angle AOB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 3 കോണും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരിക. ഈ 180 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 2 കോണുകൾ കൂട്ടിയിട്ട് കുറച്ചാൽ മൂന്നാമത്തെ കോണിന്റെ അളവായി. ഒരു ത്രികോണത്തില്ലേ 2 കോണിന്റെ അളവ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ 2 കോണിന്റെ അളവ് കൂട്ടിയിട്ട് അത് തേർഡ് 150 കുറയ്ക്കുക. അപ്പൊ തേർഡ് ആംഗിൾ നമുക്ക് കിട്ടും, മൂന്നാമത്തെ കോണിന്റെ അളവ് കിട്ടും. ഇതേപോലെ നമ്മൾ എക്സും എക്സും കൂട്ടുമ്പോൾ 2x ആണ് കിട്ടുക. ഈ 2x 150 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് AOB കിട്ടും. അപ്പുറത്തെ ആംഗിൾ COD എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അല്ലേ, 150 മൈനസ് 2x. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഈ 2 കോണുകൾ തുല്യായി. ഇവിടെ 150 മൈനസ് 2x, ഇവിടെ 150 മൈനസ് 2x. അപ്പൊ നമുക്ക് ഈ 2 ത്രികോണങ്ങൾ ഇപ്പോ ഈസി ആയിട്ട് തുല്യ ത്രികോണങ്ങളാണ് തെളിയിക്കാം. നോക്കിയേ, OA is equal to OC, അതുപോലെ OB is equal to OD. ഈ 2 കോണുകൾ തുല്യായി. അപ്പൊ 2 വശങ്ങളും അതിന്റെ ഉൾക്കോണും SAS നിയമപ്രകാരം ആ 2 ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളാണെന്ന് എഴുതാം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വേഗമായിട്ട് എടുത്താൽ ഇത്രയും കാര്യങ്ങൾ വേഗമായിട്ട് എഴുതും അല്ലേ? എന്ന് വായിക്കാം. അങ്ങനെ ശ്രദ്ധിച്ചു. AB is equal to angle OCD is equal to x. Therefore, angle OBA is equal to angle ODC is equal to x. അടുത്ത ആംഗിൾ AOB is equal to 180 minus 2x. ആംഗിൾ COD is equal to 180 minus 2x. ഇതൊക്കെ ഇതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. കാരണങ്ങളുടെ കാണിക്കേണ്ട അത്യാവശ്യം ഇല്ല. നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കേസ്, OA is equal to OC. അതിന് കാരണം ആരങ്ങൾ, റേഡിയസ്. രണ്ടാമത്തത് OB is equal to OD, ആരങ്ങൾ തന്നെ, റേഡിയസ്. അടുത്തത് മൂന്നാമത്തെ ആംഗിൾ AOB is equal to ആംഗിൾ COD. കാരണം 180 മൈനസ് 2x വീതമുള്ള കോണുകൾ. മൈനസ് 2x വീതമുള്ള കോണുകൾ. ഇവിടുന്ന് എഴുതും OA is equal to OC, ആരങ്ങൾ, അത് റേഡിയൻ. അടുത്ത OB is equal to OD, ആരങ്ങൾ, അത് രണ്ടിനും ഒരേ കാരണമാണ് കേട്ടോ, റേഡിയൻ. മൂന്നാമത്തെ ആംഗിൾ AOB is equal to ആംഗിൾ COD. ആംഗിൾ AOB is equal to ആംഗിൾ COD അതൊക്കെ 180 മൈനസ് 2x ഡിഗ്രി വീതമുള്ള കോണുകൾ, ഇത് തുല്യ കോണുകളാണെന്ന് അർത്ഥം. പിന്നെ ബ്രാക്കറ്റില് 180 മൈനസ് 2x ഈച്ച് എഴുതുക. 180 മൈനസ് 2x ഈച്ച് 180 മൈനസ് 2x വീതം അളവുള്ള കോണുകളാണ്.
ഇപ്പൊ നമുക്ക് ആ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോണത് 4ാം സ്റ്റെപ്പില് ട്രയാങ്കിൾ AOB is equal to ട്രയാങ്കിൾ COD. അത് കാരണമായിട്ട് ഞാൻ SAS എന്നാണ് എഴുതുന്നത്. ചില രണ്ടു വശങ്ങളും അത് കൂടിച്ചേരുന്ന കോണും തുല്യം. 2 sides and the included angle are equal. അത് വേണമെങ്കിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കുഴപ്പമില്ല. നമുക്ക് SAS എന്ന് പറയുമ്പോൾ മനസ്സിലാവണമെങ്കിൽ ട്രയാങ്കിൾ AOB സമം ട്രയാങ്കിൾ COD എന്ന് എഴുതാം. ബ്രാക്കറ്റിലെ റീസൺ SAS എന്ന് എഴുതാം. അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ നമുക്ക് അറിയണമെങ്കിൽ 2 sides and included angle are equal. 2 sides and included angle are equal. രണ്ടു വശങ്ങളും അവയുടെ ഉൾക്കോണും തുല്യമാണെന്ന് എഴുതാം. രണ്ടു വശങ്ങളും അവയുടെ ഉൾക്കോണും തുല്യമാണ്. അപ്പൊ രണ്ട് ത്രികോണങ്ങൾ തുല്യയില്ലേ? രണ്ട് ത്രികോണം തുല്യമായി കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എന്ത് ചെയ്യിക്കാൻ പറ്റും? AB is equal to CD. കാരണം തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങളാണ്. പഠിച്ചത് AB is equal to CD ചെയ്തിട്ട് ആ കാരണം എഴുതുക. തുല്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. AB is equal to CD ചെയ്തിട്ട് ബ്രാക്കറ്റിൽ കാരണം എഴുതുക. തുല്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. തുല്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. In equal triangles the sides opposite to equal angles are equal. The sides opposite to equal angles are equal. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞോടെ, ആ ചാപ്റ്റർ കഴിഞ്ഞോടെ, ഈ ചാപ്റ്റർ 5th ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമ്മളിൽ ചെയ്യാത്ത 7ാമത്തെ, അതിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട. ബാക്കിയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കും. അപ്പൊ നിങ്ങളെ 6ാമത്തെ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വയ്ക്കും. 6ാമത്തെ ചാപ്റ്ററിന്റെ പേര് എഴുതിട്ട് അതിൽ കുറച്ച് നോട്ടുകളുണ്ട്, നമുക്ക് ഫസ്റ്റ് എഴുതാം. ആറാം ചാപ്റ്ററിന്റെ പേര് എഴുതിക്കുക. ഇത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ. 6ാം ചാപ്റ്ററിന്റെ പേര് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. 6ാം ചാപ്റ്ററിന്റെ പേര് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. പേര് വേഗം എഴുതാം. സമാന്തര വരകൾ, പാരലൽ ലൈൻസ് എന്ന് ചാപ്റ്ററിന്റെ പേര് എഴുതി കഴിഞ്ഞാല് അതില് പേജ് 82 കൊടുക്കുക. പേജ് 82. അതിലൊരു നോട്ടുണ്ട്, ഒരു ബോക്സിൽ നോട്ട് കണ്ട്, ഒരു മഞ്ഞ ബോക്സിൽ നോട്ടുണ്ട്. അതൊന്ന് വേഗം എഴുതിയെടുത്ത്. പേജ് 82 നോട്ട് വേഗം എഴുതിയെടുത്ത്. എഴുതിയില്ലേ? ഞാൻ നോട്ട് വായിക്കാം. 3 or more parallel lines cut any 2 lines. 3 or more parallel lines cut any 2 line in the same ratio. അതായത് 3 അതിലധികമോ സമാന്തര വരകള് മറ്റ് 2 വരകളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്നാണ് പറയുന്നത്. 3 or more parallel lines cut any 2 lines in the same ratio. അതായത് ഇപ്പൊ ഇവിടെ 3 സമാന്തര വരകൾ വരച്ചിട്ടുണ്ട്. ഇത് L1, ഇത് L2, ഇത് L3. അതായത് L1 is to L2, L1 is parallel to L2 is parallel to L3. ഈ 3 വരകള് സമാന്തര വരകളാണ്. ഈ 3 സമാന്തര വരകള് ഇവിടെ 2 ലൈൻ ഉണ്ട്. ഒരു ലൈൻ AB, ഒരു ലൈൻ PQ. ഈ 2 വരകളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 2 ഭാഗങ്ങൾ അംശബന്ധവും ഈ കാണുന്ന 2 ഭാഗങ്ങൾ അംശബന്ധം തുല്യമായിരിക്കും. ഇവിടുത്തെ അംശബന്ധം 2:3 ആണെങ്കിൽ ഇവിടുത്തെ അംശബന്ധം റേഷ്യോയും 2:3 ആയിരിക്കും.
ഇതാണ് ഇപ്പൊ എഴുതി വെച്ച നോട്ടിന്റെ അർത്ഥം കേട്ടാ. 2 അതിലധികമോ സമാന്തര വരകൾ, അല്ലെങ്കിൽ 3 അതിലധികമോ സമാന്തര വരകള് മറ്റു 2 വരകളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന 2 ഭാഗങ്ങളുടെ അംശബന്ധം റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്നാണ് ആ നോട്ടിൽ പറഞ്ഞ കാര്യം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. നിങ്ങളെ പേജ് 89 എടുക്കുക, പേജ് 89. ഈ നോട്ടുകൾ എഴുതി പഠിച്ചതിന് ശേഷമാണ് നമുക്ക് പാഠങ്ങൾ തുടങ്ങാണ്ട. അതുപോലെ അടുത്ത ക്ലാസ്സിലിരിക്കുമ്പോൾ ഇൻഷൻ ബോക്സ് കയ്യിൽ വെക്കണം. അടുത്ത ക്ലാസ്സിലിരിക്കുമ്പോൾ ഇൻഷൻ ബോക്സ് കയ്യിൽ വെക്കണം. പേജ് 89 ആദ്യത്തെ ബോക്സിൽ കാണുന്ന നോട്ട് വേഗം എഴുതിയിരിക്കും. പേജ് 89 ആദ്യത്തെ ബോക്സിൽ കാണുന്ന നോട്ട്, പേജ് 89 ആദ്യത്തെ ബോക്സിൽ കാണുന്ന നോട്ട് എഴുതിയോ? ഓക്കെ, നോട്ട് ഞാൻ വായിക്കാം. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ് കട്ട് ദ അതർ 2 sides in the same ratio. ഒന്ന് വായിക്കാം. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു എ സൈഡ് കട്ട്സ് ദ അതർ 2 sides in the same ratio. അതായത് ഒരു ത്രികോണത്തിലെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ് നോട്ടാണ് ഇപ്പോൾ ഈ എഴുതിയിട്ടുള്ളത് നിങ്ങൾ കേട്ടോ. ഈ നോട്ട് പ്രകാരം നമുക്ക് കുറേ കണക്കുകൾ വരുന്നുണ്ട്. ഇത് മുൻ വർഷങ്ങളിലൊക്കെ ഇതിനൊരു പേരുണ്ടായിരുന്നു. അത് അടിസ്ഥാന അനുപാത സിദ്ധാന്തം, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങിലാണ് ഇത് വന്നിരുന്നത്. ഇപ്പോൾ ആ ഹെഡിങ് ഒന്നും ഇല്ല, ജസ്റ്റ് ആ തിയറം മാത്രമേ കൊടുക്കുള്ളൂ. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, അടിസ്ഥാന അനുപാത സിദ്ധാന്തം. അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് തെയിൽസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇത് തെയിൽസ് സിദ്ധാന്തം, തെയിൽസ് തിയറം എന്ന് പറഞ്ഞിട്ടും ഇത് മുന്നേ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ മാറിയപ്പോൾ പേരൊക്കെ പോയി കേട്ടോ. എന്നാലും ഈ തിയറം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിനോട് ബന്ധപ്പെട്ടിട്ട് കണക്കുകൾ നമുക്ക് തുടർന്ന് ചെയ്യാണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, അവിടെ ശ്രദ്ധിക്കാം കേട്ടോ. ഇത് പറഞ്ഞത് ഒരു ത്രികോണത്തിന്റെ നമ്മുടെ ABC എന്ന് പറയുന്ന ഒരു ത്രികോണം വിചാരിക്കും. ഈ ത്രികോണത്തിന്റെ ഒരു വശം, ഞാൻ ഈ BCക്ക് സമാന്തരമായിട്ടൊരു വര അവിടെ വരച്ചു. അതായത് PQ എന്ന് പറയുന്ന ഒരു വര BCക്ക് സമാന്തരമായിട്ട് വരച്ചു. ഇങ്ങനെ BCക്ക് സമാന്തരമായിട്ട് വരയ്ക്കുന്ന PQ എന്ന് പറയുന്ന വര ഈ ത്രികോണത്തിന്റെ മറ്റ് 2 വശങ്ങളെ, അതായത് AB AC എന്ന് പറയുന്ന വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വശങ്ങളെ ഈ വര ഭാഗിക്കുന്നത് 2:3 ഈ വശങ്ങളെയും 2:3 എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. വേറെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2:3 പകരം ഈ വശങ്ങൾ അംശബന്ധം, അതായത് AP:PBക്ക് തുല്യമായിരിക്കും ഇവിടുന്ന് AQ:AC. AP:PBക്ക് തുല്യമായിരിക്കും AQ:AC. ഇതാണ് ഇപ്പൊ ആ തിയറം പറഞ്ഞ കാര്യം. ക്ലിയർ ആയോ? മനസ്സിലായെങ്കിൽ അതിന് താഴെ ഒരു സിദ്ധാന്തമുണ്ട്, അതിന് തൊട്ട് താഴെ ഒരു നോട്ടുണ്ട്, 2ാമത്തെ ബോക്സ്. അതൊന്ന് നോക്കി വേഗം എഴുതി. 2ാമത്തെ ബോക്സ് ഞാൻ വായിക്കാൻ എഴുതൂട്ടാ. എ ലൈൻ വിച്ച് ഡിവൈഡ്സ് 2 sides of a triangle in the same ratio is parallel to the 3rd side. അതായത് ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളെ ഒരു വര ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എങ്കിൽ ആ വര 3ാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ അർത്ഥം? ഇപ്പൊ നമ്മൾ എഴുതിയെടുത്ത, തൊട്ട് മുന്നേ എഴുതിയെടുത്ത ആ സിദ്ധാന്തത്തിന്റെ നേരെ വിപരീതമല്ലേ പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം BCക്ക് സമാന്തരമായിട്ട് PQ എന്ന് പറയുന്ന ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ വര ഈ ത്രികോണത്തിന്റെ 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ കാര്യം ഈ വര ഈ 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഇങ്ങനെ ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? PQ ഈസ് പാരലൽ ടു BC. ഈ വര 3ാമത്തെ വശത്തിന് ആനുപാതികമായിരിക്കും, അല്ലെങ്കിൽ ഒരേ റേഷ്യോയിലായിരിക്കും എന്നാണ് പറഞ്ഞ കാര്യം. നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം കേട്ടോ. പേജ് 90, നെക്സ്റ്റ് പേജ് 90 ഒരു ഇതൊക്കെ ഇമ്പോർട്ടന്റ് നോട്ടുകൾ കേട്ടോ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കണത്.
പേജ് 90 അതിലത്തെ നോട്ട് വേഗം എഴുതാൻ, ആ ബോക്സ് വേഗം എഴുതാൻ. പേജ് 90 ഞാൻ നോട്ട് വായിക്കാം. The length of the line joining the midpoints of two sides of a triangle is half the length of the third side. The length of the line joining the midpoints of two sides of a triangle is half the length of the third side. അതായത് ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് നീളത്തിന്റെ പകുതിയായിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, അപ്പോ ഈ ത്രികോണം പേര് ABC, അതില് AC AB എന്ന് പറയുന്ന വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് PQ. ABയുടെ മധ്യബിന്ദു P, ACയുടെ മധ്യബിന്ദു Q. ഈ രണ്ട് മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിന്റെ വരയുടെ നീളത്തിന്റെ പകുതിയാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് PQന്റെ നീളം BCയുടെ നീളത്തിന്റെ പകുതി. അതായത് BCയുടെ നീളം 10 ആണെങ്കിൽ PQന്റെ നീളം 5 ആയിരിക്കും. തിരിച്ചും ഓർക്കണട്ടാ, ഈ വശത്തിന്റെ നീളത്തിന്റെ ഇരട്ടിയാണ് BCയുടെ നീളാവുക. അതും ഓർമ്മയിൽ നിൽക്കണം കേട്ടാ. ഈ രണ്ട് കാര്യങ്ങൾ തിരിച്ചു മറിച്ച് ഓർമ്മയിൽ വേണം. നോട്ട് ക്ലിയർ ആയില്ലേ? AB, AC എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശമായിട്ടുള്ള BCയുടെ നീളത്തിന്റെ പകുതിയായിരിക്കും. ആദ്യം പറഞ്ഞത് ഈ PQ എന്ന് പറഞ്ഞ വര BC എന്ന് പറയുന്ന വശത്തിന് സമാന്തരമായിരിക്കും കേട്ടാ. അപ്പൊ PQന്റെ നീളം BCയുടെ നീളത്തിന്റെ പകുതി. തിരിച്ചു പറയുകയാണെങ്കിൽ BCയുടെ നീളം PQന്റെ നീളത്തിന്റെ ഇരട്ടി ആയിരിക്കും. ക്ലിയർ ആയോ? ബാക്കി നോട്ടുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ ബോക്സ് കൂടിയും കയ്യിൽ വെക്കണം, മറക്കായിരിക്കും. തുടർന്നുള്ള നോട്ടുകൾ പ്രധാനപ്പെട്ട നോട്ടിൽ തന്നെയാണ്. ഈ നോട്ടുകൾ പഠിക്കണം കേട്ടോ, നോട്ട് എഴുതി പഠിക്കണം. ക്ലിയർ ആയോ? ഓക്കെ.